എസ്എഫ്ഐ നേതാവ് അഭിമന്യു വധക്കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേസിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കില്ലെന്ന കോടതി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അപ്പീൽ തള്ളി. തിയോഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, എന്തായാലും അഭിമന്യു കേസിൽ പ്രതികൾക്ക് കനത്ത ശിക്ഷയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കോടതിയിലുണ്ടായ സംഭവവികാസങ്ങൾ? നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളുടെ വിടുതൽ ഹർജി ഉൾപ്പെടെ തള്ളിയിരുന്നു. അതിനുശേഷമാണ്, അതായത് രണ്ട് ഘട്ടങ്ങളിലായി പ്രതികളുടെ വിടുതൽ ഹർജി, ആദ്യം 4 പേരുടെ ഹർജി നൽകി, 4 പേർ വിടുതൽ ഹർജി നൽകിയത്, അതിനുശേഷം 2 പേരും അങ്ങനെ സെഷൻസ് കോടതിയിൽ വിടുതൽ ഹർജി നൽകിയിരുന്നു. പിന്നീടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പ്രതികളുടെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. അതോടൊപ്പം തന്നെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവും ഒപ്പം എല്ലാ മൊഴികളും വേണമെന്ന പ്രതികളുടെ ആവശ്യമുണ്ട്. ഇതെല്ലാം കോടതി തള്ളിയിട്ടുണ്ട്. അതായത് ഈ കുറ്റപത്രത്തിനൊപ്പമില്ലാത്ത രേഖകൾ കൂടി പ്രതികൾ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടും. സാധാരണഗതിയിൽ കുറ്റപത്രത്തിനൊപ്പമുള്ള രേഖകൾ പ്രതികൾക്ക് ലഭ്യമാക്കാവുന്നതാണ് കോടതി, പക്ഷേ അതല്ലാത്ത രേഖകൾ കൂടി പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. അതും കോടതി തള്ളിയിട്ടുണ്ട്. എന്തായാലും പ്രതികളുടെ വിടുതൽ ഹർജി നൽകണമെന്നും, അതായത് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും, കുറ്റപത്രം മടക്കണം, അതോടൊപ്പം തന്നെ വിചാരണക്രമം അല്ലെങ്കിൽ വിചാരണ തങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യം, ഇത്തരം ആവശ്യങ്ങളെല്ലാം കോടതി തള്ളിയിട്ടുണ്ട്. എന്തായാലും വലിയ തിരിച്ചടി പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും അടുത്ത ഘട്ടമായി മറ്റ് നടപടികൾ സെഷൻസ് കോടതിയിൽ പുരോഗമിക്കുകയാണ്. വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ക്രമം തുടങ്ങാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് പ്രതികൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 2018 ഈ സംഭവം ഉണ്ടാകുന്നത്. 2018 ജൂലൈ 2 മഹാരാജാസ് കോളേജിലെ അന്നത്തെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ്.